അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി യാസീൻ സൂറത്ത് കൊണ്ടുള്ള ഒരു ഓതേണ്ട വഴിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് ഇതിൽ പറയും പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറമായിട്ട് ഉടനടി നടത്തി തരുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് ഈ ദുനിയാവിൽ ഈ ഒരു ഫലം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് അവരുടെ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ ദുആ ചെയ്തിട്ട് നടന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അള്ളാഹു ഹൈറാണെങ്കിൽ എളുപ്പ വഴിയിലൂടെ നടത്തി തരും. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നടത്തി തരും. നമ്മൾ എന്താഗ്രഹമായിക്കോട്ടെ, നമുക്ക് കടം വീടാനായിക്കോട്ടെ, വീട് വയ്ക്കാനായിക്കോട്ടെ, മക്കളാവാനായിക്കോട്ടെ, സമ്പത്ത് ഉയരാൻ, ആരോഗ്യം കിട്ടാൻ, അസുഖം മാറാൻ, എന്തുമാവട്ടെ, കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പുണ്ടാവാൻ, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹുവിന് ഇഷ്ടമുള്ള ആഗ്രഹമാണെങ്കിൽ അത് സാധിപ്പിച്ച് കിട്ടും ഈ യാസീനിലൂടെ. യാസീൻ സൂറത്ത് നമുക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പാരായണം ചെയ്ത് ദുആ ചെയ്താൽ നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടും എന്ന കിതാബിലുണ്ട്. എങ്കിൽ നമുക്ക് യാസീൻ സൂറത്ത് ഒരുപാട് പ്രാവശ്യം ഓതിയിട്ട് ദുആ ചെയ്യാം ഈ രൂപത്തിൽ. പലർക്കും അനുഭവങ്ങളുണ്ടാകും. ഈ വീഡിയോ കേൾക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകും, ഇങ്ങനെ യാസീൻ ഓതിയിട്ട് ഫലം കിട്ടിയത്. എങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം. ചിലർ പറയും, ഞാൻ ചെയ്തിട്ടുണ്ട് താത്ത, പക്ഷെങ്കിൽ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഞാൻ ഓതിയിട്ടുണ്ട് പക്ഷെങ്കിൽ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയും. ചൊല്ലിയിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടില്ല. എങ്കിൽ നമ്മൾ ചൊല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. നമുക്ക് പടച്ച റബ്ബ് തരും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ചൊല്ലുക. ഉറപ്പായിട്ടും പടച്ച റബ്ബ് തരും. നമ്മളെ ആരുടെയും ദുആ അള്ളാഹു തട്ടിക്കളയില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് അള്ളാഹു കൂടെ ഉണ്ടാവും. ഓരോരുത്തർക്കും കൂടെ ഉണ്ടാവും. ഓരോരുത്തരെയും അള്ളാഹു മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് തരും, അത് ഉറപ്പാണ്. അള്ളാഹുവിനെ വിശ്വസിച്ച് കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഓതാൻ വേണ്ടി. അല്ലാതെ ഓതിയാൽ നമുക്കതിനുള്ള ഫലം കിട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോവും. നമ്മൾ ഓതുമ്പോൾ അക്ഷരത്തെറ്റ് വരാനും പാടില്ല. നിങ്ങൾ ഓതേണ്ട രൂപം ഇങ്ങനെയാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അസർ നിസ്കാര ശേഷം, അല്ലെങ്കിൽ ളുഹർ നിസ്കാര ശേഷം, അല്ലെങ്കിൽ സുബഹി നിസ്കാര ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങൾക്ക് വിശ്വാസം വേണം. ചെയ്ത് നോക്കട്ടെ, എനിക്ക് ഉത്തരം കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിയത്ത് വെച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ദുആ ചെയ്ത ശേഷം നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുക. നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ, ഒരു ദിവസം മുന്നേ നിങ്ങൾക്ക് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി പറയാം. കാരണം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദുആ സ്വീകരിക്കാണ്ട് ആയിപ്പോവും, അള്ളാഹു ഉത്തരം തരാതെ ആയിപ്പോവും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ആദ്യം ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എൻ്റെ ഒരിത് ഞാൻ ചെയ്യാറ് സുബഹിക്ക് ശേഷമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം, അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ളുഹറിന് ശേഷം, സുബഹിയുടെ ശേഷം അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ ആ ഒരു സമയത്ത് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ആ ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. അതിൽ നിങ്ങൾ ഓതേണ്ടത് ഫാത്തിഹക്കും സൂറത്തിനും ശേഷം നിങ്ങൾ 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തും 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. എന്നിട്ട് സലാം വീട്ടുക. ആ ഒരു നിസ്കാരപ്പായലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആഗ്രഹം എന്താണോ അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിയ്യത്ത് വെക്കുക. ഞാൻ 41 യാസീന് ഓതി തീർക്കും അല്ലാ, എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ച് തരണേ എന്ന് നിയ്യത്ത് വെക്കുക. ശേഷം നിങ്ങൾ നിസ്കരിച്ച് ആ ഒരു നിസ്കാരപ്പായലിരുന്ന് ദുആ ചെയ്ത് നിയ്യത്ത് വെച്ചിട്ട് ആ ഒരു നിസ്കാരപ്പായലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളൊരു യാസീൻ ഓതുക. 1, 2, 3 എത്രയാ കഴിയുന്നത് എന്ന് വെച്ചാൽ
അത് ഓതുക. ഓതുന്നതിന് മുന്നേ നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലണം. ഒരു 11 സ്വലാത്ത് ചൊല്ലി യാസീൻ ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ഓതി തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ ദിവസവും ഒരാഴ്ചക്കുള്ളിൽ അടുത്ത വെള്ളിയാഴ്ച ആവുന്നതിന് മുന്നേ നിങ്ങൾ 40 യാസീൻ ഓതി പൂർത്തിയാക്കുക. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഓതാ. ഏത് സമയം ഇന്ന സമയം ഓതണം അങ്ങനെ ഒന്നുമില്ല. 40 യാസീന് ഓതി തീർക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഓതുമ്പോൾ നല്ല അദബോടുകൂടി ഇഖ്ലാസോടുകൂടി ഖുർആനിനെ ബഹുമാനിച്ചു കൊണ്ട് ആരോടും സംസാരിക്കാതെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ ദിവസവും ഓരോ യാസീനും ഓതുമ്പോഴും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യണം. ശേഷം നിങ്ങൾ വെള്ളിയാഴ്ച ഒരു സുബയുടെ സമയത്ത് ലാസ്റ്റ് 41ാമത്തെ യാസീൻ ഓതുക. ഒരാഴ്ച ആവും. അപ്പോഴേക്ക് ആ ഒരു യാസീൻ ഓതി ദുആ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിയത്ത് വെക്കുമ്പോൾ തന്നെ ഫലം കിട്ടും. ചിലർക്ക് അങ്ങനെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഫലം കിട്ടും. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ്. അള്ളാഹു നിങ്ങളുടെ ദുആ തട്ടിക്കളയില്ല. ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിയത്ത് വെച്ച് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ ഫലം കാണാറുണ്ട്. എനിക്കും ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇസ്ലാമിക വഴി തിരഞ്ഞെടുത്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. ഫലം ഇരട്ടിയായിരിക്കും. 100% ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതുപോലെ ഈ ഒരു ഹാജത്ത് നിസ്കാരം തഹജ്ജുദിന് ശേഷവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം ഇശാഇന് ശേഷം നിങ്ങൾ പതിവാക്കുക. എന്നിട്ട് ദുആ ചെയ്യുക. ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ഹാജത്ത് നിസ്കാരവും കൂടെ കൂട്ടിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും കടുപ്പമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഹൈറാക്കി തരും. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്, നമ്മളല്ല. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് അള്ളാഹു നമുക്ക് തരും. അതിന് അള്ളാഹുവിന് കഴിയും, അത് ഉറപ്പാണ്. നമ്മുടെ എന്താഗ്രഹമായിക്കോട്ടെ, എത്ര ചെറുതും വലുതും ആവട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരും, അത് ഉറപ്പാണ്. ആരും പരാജയപ്പെടരുത്. ഓതിയിട്ട് കിട്ടിയില്ല എന്നൊന്നും പറയരുത്. അതുപോലെ ആത്മാർത്ഥമായിട്ട് ഓതുക. ഉറപ്പായിട്ടും ഫലം കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം കൊണ്ട് നിയത്ത് വെക്കുമ്പോൾ തന്നെ കിട്ടും. ഓതി തീർക്കാൻ മുന്നേ തന്നെ ഫലം കിട്ടും. ചിലർക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു ഇസ്ലാമിക് ടിപ്സ് ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ഫലമുള്ള വീഡിയോ ആണ്. അത്രയ്ക്ക് ഫലം ഇരട്ടി കിട്ടുന്ന ഒരു ടിപ്സാണ്. യാസീൻ വെച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ ദുആ തട്ടിക്കളയില്ല. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.